അമ്പലമുക്കിലെ വീട്ടിൽ ജോലി കഴിഞ്ഞു മടങ്ങവെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോൾ ബിന്ദുവിനെ പേരൂർക്കട പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിച്ചു. അവിടെ എത്തുമ്പോഴാണ് വീട്ടുടമസ്ഥയുടെ മാല മോഷ്ടിച്ച കുറ്റം തന്റെ പേരിൽ ചാർത്തപ്പെട്ട കാര്യം ബിന്ദു അറിയുന്നത്. പിന്നെ സ്റ്റേഷനിൽ നടന്നത് മനസാക്ഷിയെ മരവിപ്പിക്കുന്ന ക്രൂരത. ഞാൻ പറഞ്ഞു, മേഡം, ഞാൻ ആരെ മാല എടുത്തിട്ടില്ല. പിന്നെ അങ്ങോട്ട് ചോദ്യമായിരുന്നു, മാല കൊടി എന്നുള്ള ഭയങ്കരമായിട്ടുള്ള. ഞാൻ പറഞ്ഞു, സാർ, ഞാൻ മാല എടുത്തിട്ടില്ല എന്നുള്ള കാല് പിടിച്ച് പറഞ്ഞിട്ടും ഞാൻ പറയുന്ന ഒരു ചെവിക്കൊള്ളാൻ തയ്യാറായില്ല. പോലീസ് ക്രൂരത വാർത്തയായപ്പോഴാണ് അധികാരികൾ ഉണർന്നത്. പേരൂർക്കട സ്റ്റേഷനിലെത്തി മൊഴിയെടുത്തു. പിന്നാലെ SI പ്രസാദിന് സസ്പെൻഷൻ. പക്ഷേ അതുകൊണ്ട് മാത്രമാകുന്നില്ല. ഒരാളെ സസ്പെൻഡ് ചെയ്തുള്ളൂ, ബാക്കി 2 പേരില്ലേ, ഇവരെയും കൂടെ സസ്പെൻഡ് ചെയ്താലേ എനിക്ക് തൃപ്തിയാവുള്ളൂ. അത്ര വേദനയായിരുന്നു. ഇത്രത്തോളം എന്നെ വേദനിപ്പിച്ചത് ഈ പ്രസന്ന എന്ന് പറയുന്ന ആ ഉദ്യോഗസ്ഥനാണ്. ബാത്റൂമിൽ പോയി കുടിക്കാനൊക്കെ പറഞ്ഞ ഇദ്ദേഹമാണ് പറഞ്ഞത്. രാത്രിയാണ് പറഞ്ഞത്. മാല തിരിച്ചു കിട്ടിയെന്ന് വീട്ടുടമസ്ഥ അറിയിച്ചതോടെയാണ് ബിന്ദുവിനെ വിട്ടയക്കാൻ പോലീസ് തീരുമാനിച്ചത്. സ്റ്റേഷനിലുണ്ടായ ദുരനുഭവം മുഖ്യമന്ത്രിയുടെ ഓഫീസിലെത്തി പരാതി പറഞ്ഞപ്പോൾ ആദ്യം അവഗണന നേരിട്ടെന്നും ആരോപണം. പിന്നാലെ അന്വേഷണം. ബിന്ദുവിന്റെ പരാതി അവഗണിച്ചെന്ന ആരോപണത്തിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിന്റെ പ്രതികരണം ഇങ്ങനെ: ബിന്ദു വന്നിരുന്നു, ബിന്ദുവിന്റെ കേസ് ഗൗരവമായിട്ട് എടുത്തു, പോലീസിനോട് അന്വേഷിച്ച് നടപടി എടുക്കാനും പറഞ്ഞു. പക്ഷെ അവർക്ക് ആ പരാതിക്കാരിയായിട്ടുള്ള കേസെടുക്കണം എന്ന് പറഞ്ഞു. അത് നിങ്ങൾ നിയമപരമായിട്ട് നീങ്ങണമെന്ന് പറഞ്ഞു. ഇത് പരാതി കൊടുത്താൽ പോലീസ് കേസെടുക്കും. പക്ഷെ പോലീസ് നിങ്ങളോട് മോശമായി പെരുമാറുമെങ്കിൽ അതിനെതിരായിട്ട് നടപടി എടുക്കണമെന്ന് പറഞ്ഞു. സംഭവത്തിൽ മനുഷ്യാവകാശ കമ്മീഷൻ സ്വമേധയാ കേസെടുത്തിട്ടുണ്ട്. ജില്ലയ്ക്ക് പുറത്തുള്ള DYSP അന്വേഷിക്കണമെന്നാണ് നിർദ്ദേശം. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.